നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരെയും ജയശ്രീ ഗംഗാധർ KSD എന്ന നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എൻ്റെ അനിയൻ്റെ ഭാര്യയെ കർക്കിടക മാസത്തിൽ അവരുടെ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങാണ്. അവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം നെയ്പ്പത്തിൽ ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പനീർ കറി ഉണ്ടാക്കാൻ അറിയാം. അതിന് വേണ്ടിയുള്ള ക്രീമും ബട്ടറും സോസും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. ഇപ്പോൾ ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോളിഫ്ലവറിനെ നമ്മൾ ആദ്യം മഞ്ഞൻ്റെ വെള്ളം, അതായത് ഉപ്പും മഞ്ഞളും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഒരു പ്രാവശ്യം എടുക്കേണ്ടതാണ്. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്യേണ്ടത്. എന്തിനെന്ന് വെച്ചാൽ അതില്ലെങ്കിൽ അതിൽ പുഴുക്കൾ ഉണ്ടാവുന്നുണ്ട് കോളിഫ്ലവറിൽ. ഇതാണ് ഞാൻ വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ഫ്ലവർ വേവിച്ച് വെച്ചത്. ഇനിയിപ്പോൾ ഇതിൽ മുക്കിയിട്ട് നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്രേവി ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇത് ഡ്രൈ ആണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗോബി മഞ്ചൂരിയൻ ഡ്രൈ. ഇത് ബിരിയാണിയാണ്. ഇതിന് കുറേ കാജും കിസ്മിസും പിന്നെ ഓനിയൻ വറുത്തതും ചേർത്ത് മിക്സാക്കി വെച്ചതാണ്. ഇത് സലാഡാണ്. പിന്നെ ഇത് പായസമാണ്, പാൽ പായസമാണ്. എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഉണ്ടാക്കിയതാണത്. പിന്നെ ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇലയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു ഫുഡെല്ലാം. ഇത് എൻ്റെ ഫാമിലി, വീട്ടിൻ്റെ അവർ. ഇതാണ് എൻ്റെ അനിയൻ്റെ ഭാര്യ, ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. അവൾ പോവാനായി ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ മല്ലികപ്പൂ ചൂടിക്കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. നോക്കി, എൻ്റെ അനിയൻ്റെ ഭാര്യയെ പോവാൻ റെഡിയായിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്ക്. പിന്നെ എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അവരെല്ലാവരും പോവാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ അനിയൻ്റെ ഭാര്യയോട് പറഞ്ഞു നാളെ തന്നെ വരണമെന്ന്. അത് കേട്ടിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞാൻ ഇടാം. എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ഇടാം. നിങ്ങൾ പ്ലീസ് എൻ്റെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അവർക്ക് ബായ് പറയാം. ഒന്നും കൂടി ബായ് മോളെ. നിങ്ങൾക്കും എല്ലാവർക്കും ഗുഡ് ബൈ. വീണ്ടും കാണാം. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. ടാറ്റാ ബൈ ഫ്രണ്ട്സ്.